പ്രാർത്ഥനകളുടെ സ്തോത്രം. വലിയ ദൈവം ചെയ്യാൻ പതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ പ്രാർത്ഥന തന്നെയുടെ അന്തർദേശീയ പ്രാർത്ഥനാ സംഗമം അനുഗ്രഹമായി നടക്കുവാനിടയായി. ആമേൻ. സ്തോത്രം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ കിടന്നപ്പോഴത്തേനും ഒരു 11 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ഉള്ള കാര്യങ്ങൾ ക്രമീകരണം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ക്രമീകരണം ഇങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവത്തിലേക്ക് നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം ജീവൻ ആവശ്യമാകുന്നില്ല, ദൈവകൃപയും തന്ന് പരിശുദ്ധാത്മാവ് നമ്മെ മാനിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ആരംഭത്തിലെ ഗാനങ്ങൾ പാടി നാം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ഇന്ന് പ്രേസ് വർഷിപ്പിന് നേതൃത്വം നൽകുന്നത്, ആത്മീയ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയാമണി രാജൻ ആന്റിയാണ്. ദൈവനാമത്തിൽ ആന്റിയെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. കേക്കാമോ? കേക്കാം. അതിനായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനീ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനീ. രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി. രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി. ഭജനീയ നിൻ തിരുനാമത്തെ ആനന്ദം സ്തുതി മഹത്വം. ഭജനീയം നിൻ തിരുനാമത്തിൻ ആനന്ദം സ്തുതി മഹത്വം. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനീ. എവിടെല്ലാം നീശയിൻ മൃതി നടന്നിട്ടുണ്ടോ പരനേ. എവിടെല്ലാം നീശയിൻ മൃതി നടന്നിട്ടുണ്ടോ പരനേ. അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനീ. നെടുവേർപ്പിട്ടു കരഞ്ഞിടുന്നു പല മർദ്യരി സമയേ. നെടുവേർപ്പിട്ടു കരഞ്ഞിടുന്നു പല മർദ്യരി സമയേ. അടിയനുള്ളിൽ കൊതുകാൻ തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. അടിയനുള്ളിൽ കൊതുകം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. കിടക്കയിൽ വച്ചറിയാം സാത്താനടുക്കാതിരിപ്പാതിനൻ. കിടക്കയിൽ വച്ചറിയാം സാത്താനടുക്കാതിരിപ്പാതിനൻ. അടുക്കൽ ദൂതഗണത്തെ കാവേലണച്ച കൃപയാനൽപ്പം.
അടുക്കൽ ദൂതാഗേണത്തെ കാവേലാണച്ച കൃപയാനൽപ്പം അതിരാവിലെ തിരുസന്നിധി ആണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയാരുൾക യേശു പരനേ ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാലുറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാൽ ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്കു മഹത്വം ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്കു മഹത്വം അതിരാവിലെ തിരുസന്നിധി ആണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയാരുൾക യേശു പരനേ അരുണൻ ഉദിച്ചുയർന്നീഷിരി ദൂതിയാൽ വിളങ്ങിടുമ്പോ അരുണനോദിച്ചുയർന്നീ ദൂതിയായി വിളങ്ങിടുമ്പോൾ പാരനേ എൻ്റെ യാഗമേ വെളിവാരുൾക തിരുകൃപയാൽ പാരനേ എൻ്റെ യാഗമേ വെളിവാരുൾക തിരുകൃപയാൽ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയാരുൾക യേശു പരനേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയാരുൾക യേശു പരനേ സ്തോത്രം സ്തോത്രം കർത്താവേ. ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. കൺകളാൽ കാണുമേ കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ വന്ദിതാനാഥനേ, മാറാനാഥ മാറാനാഥ. സുന്ദരരൂപനേ വന്ദിതാനാഥനേ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ,
എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനാം എന്നേശുവേ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനാം എന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറാനാഥ മാറാനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആമേൻ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആമേൻ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇങ്ങനെ ഒരവസരം, ഹല്ലേലൂയ, പാട്ട് പാടുവാനുള്ള കൃപ ഒരവസരം എനിക്ക് ഒരുക്കി തന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കൊക്കെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ഈ രാജനാന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയില് ഈ പ്രഭാതത്തിൽ നല്ല പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവ് ദൈവം സഹായിച്ചല്ലോ. പ്രിയാന്റിയൊക്കെ സാധാരണമായി അനുഗ്രഹിക്കട്ടെ. അനേക സ്റ്റേജുകളിൽ കർത്താവിന് വേണ്ടി പാടുന്ന ഒരു നല്ലൊരു പാട്ടുകാരിയാക്കി ദൈവം വീണ്ടും മാനിക്കട്ടെ. നല്ല പാട്ടാണ് പാടിയത്. വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്റെ നാവ് സമർത്ഥരാവുന്ന അനേകന്റെ എഴുത്തുപോലെ ആത്മാവിന്റെ അഭിഷേകത്താൽ പ്രിയാന്റിയെ ദൈവം വീണ്ടും മാനിക്കട്ടെ, ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ദൈവത്തിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേ. തുടർന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു വരികയാണല്ലോ. ആമേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണല്ലോ പ്രാർത്ഥന എന്നുള്ളത്. ദൈവസ്നാഥൽപ്പ നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവിടുന്ന നിമിഷങ്ങള് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആമേ സിസ്റ്റർ റേച്ചൽ ബിജുവാണ്. ആമേ. പ്രിയ ദേവദാസിയെ ഇന്ന് പകൽക്കാലത്തെ ഈ പ്രാർത്ഥന സെഷൻ ലീഡ് ചെയ്യുവാൻ വേണ്ടി ദൈവനാമത്തിൽ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ ദാനം തന്ന ദൈവത്തെ ഒരു പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു വാക്യം വയ്ക്കുന്ന ദൈവമേ, നീ എന്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. രാവിലെ കാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയായ ദൈവസന്നിധിയിലേക്ക് കൂടി ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാനൊക്കെ പ്രിയ ആന്റിയെ ദൈവം ബലപ്പെടുത്തി. വീണ്ടും പ്രാർത്ഥനാ വിഷയമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ഓരോരുത്തരായി രണ്ടുപേര് വീതം പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം. യോഹന്നാൻ, അത് എൻ്റെ കണ്ണിന് ചെറിയൊരു മൂടൽ പോലെ, എൻ്റെ ഓപ്പറേഷൻ ചെയ്ത കണ്ണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര തളർച്ച, ക്ഷീണം, തൈറോയിഡിന്റെ ആണോ എന്ന് അറിയത്തില്ല. 3 മണി മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുന്നു. എനിക്കൊരു വാക്കുപോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണേ.
പ്രാർത്ഥിക്കാം. നമ്മളെ പ്രാർത്ഥന വിഷയങ്ങൾ കേട്ടല്ലോ. ഓമന ആന്റി പറഞ്ഞ വിഷയങ്ങളിലോ കഴിഞ്ഞ നാളുകളിലൊക്കെ ഓമന ആന്റിയുടെ കണ്ണിന്റെ വിഷയത്തിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ കണ്ണിന്റെ ആ മൂടലുകളൊക്കെ പറയാനിടയായാലോ. പ്രത്യേകിച്ച് അതിനകത്തൊരു ദൈവിക വിടുതൽ ദൈവം കൽപ്പിക്കണം. അതുപോലെ ജേനി ആന്റി പറഞ്ഞ വിഷയം കേട്ടല്ലോ, ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടൊന്നും കേട്ടല്ലോ. പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കും. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അപ്പ കർത്താവെ, അനുകരിക്കപ്പെട്ട കൂട്ടായ്മ രാവിലെ സമയം ഞങ്ങൾക്ക് തന്നിരിക്കുക. ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവമേ സ്തോത്രം സ്തോത്രം. ദൈവമേ രാവിലെ തോറും നിന്റെ രാത്രി തോറും എന്റെ വിശ്വസേവ രാത്രി കാലം ഞങ്ങൾ അവിടെ ഇടങ്ങളായിരുന്നവരെല്ലാം അവിടെ ഇടങ്ങളെ സൂക്ഷിച്ച് വരുവാൻ ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ എന്നെ സ്തുതിക്കുന്നു. കൂട്ടായ്മ അനുകരിക്കണമേ കർത്താവ്, സഹായിക്കണമേ കർത്താവ്. കുടിയവരെല്ലാവരും എത്രയുമേ കുട്ടി വ്യക്തമാറുന്നത് പ്രാർത്ഥിക്കാൻ പറയപ്പെട്ട വിഷയങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ദൈവമേ സിസ്റ്റർ ദൈവമേ യോഹനാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കഴിഞ്ഞ ആളുകൾ എൻ്റെ മകളുടെ കണ്ണിൻ്റെ സർജറിയെ കഴിഞ്ഞ ആളുകൾ കർത്താവ് ദൈവമേ കണ്ണിന് മൂടൽ അനുഭവപ്പെടുന്ന കർത്താവെ സ്തോത്രം. എന്നാൽ സൗഖ്യമാക്കുന്ന ഹോവ ദൈവമേ നമ്മളോട് കൂടെ ഉള്ള ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാവും. ദൈവത്തിന്റെ വയനമായിരിക്കുക കർത്താവ്. അടുത്ത അടുപ്പുണ്ടാ ഞങ്ങൾക്ക് സൗഖ്യം വന്നൊരു ദൈവത്തിന്റെ വയനമായിരിക്കുക കർത്താവിൻ്റെ മകൾക്ക് പൂർണ്ണ വിടുതൽ ആരോഗ്യം ദൈവമേ നൽകിക്കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസി ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. നല്ല ചെയ്ത് ദൈവം നിന്റെ മകളോട് കുടുംബത്തോടും കൂടെ ഉള്ളതിനാൽ സ്തോത്രം കർത്താവ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ വയനമായിരിക്കും കർത്താവ്. പൂർണ്ണ വിടുതൽ ആരോഗ്യ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുന്ന കണ്ണ് പൂർണ്ണ കാഴ്ച മടക്കിക്കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഞങ്ങളെ മൂന്നുപേരും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ ഭൗതികമായ വിഷയങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും എല്ലാം നിന്റെ ആരും കൂടെ അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ വഴികൾ പലർക്കും മുന്നോർക്കും ദൈവം തുറന്നു കൊടുക്കണം. അവരുടെ ശരീര മാനസികാവസ്ഥയ്ക്ക് എല്ലാം മാറ്റം കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ദൈവമേ അനുഗ്രഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് മനുഷ്യനും ദൈവത്തിനും കൊള്ളാവുന്ന വേദങ്ങളായ ഒരു വളർന്നു വരട്ടെ കർത്താവ്. ദൈവങ്ങളെ എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് മകളെ അനുഗ്രഹിച്ചിരിക്കുക. അവസ്ഥ ജനുസിനെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രത്തിന് മകളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് കർത്താവ്. ദൈവം കൊടുത്ത എല്ലാ ആത്മാനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥന ജീവിതത്തിനായ സ്തോത്രം കർത്താവ്. ദൈവമേ സ്തോത്രം. കർത്താവ് എടുത്തു അത് പ്രാർത്ഥിപ്പാൻ പിന്നെ ദൈവം സഹായിക്കുമാറുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. രാത്രിയുടെ ആർക്കും വേണ്ടി എല്ലാവരുടെയും കിടന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മകളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറുണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. ശരീരത്തിന് എല്ലാ അവസ്ഥയ്ക്കും ഒരു മാറ്റം കൊടുത്തവരുണ്ട് വിഷയങ്ങൾക്ക് പ്രാർത്ഥന പൂർണ്ണ വിടുതൽ ആരോഗ്യം ദൈവമായ കർത്താവ് കൊടുത്ത് സൗഖ്യമാകുന്നേയും ദൈവമേ ഇവനെയും കടന്നു വന്ന ദൈവമേ ലീഡിയാന്തൊക്കെ ദൈവം സഹായിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം എൻ്റെ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്ക് ആവശ്യം ആത്മീയ അനുഗ്രഹങ്ങൾക്കും കൃപാവരങ്ങൾക്കും ആവശ്യത്തോന്നുന്നു. ദൈവം ഭൗതികമായ വിഷയങ്ങളിൽ കൂടെ ഇരിക്കണം കർത്താവ്. നാളുകളെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുണ്ടല്ലോ കർത്താവ്. ഞങ്ങളുടെ വിഷയങ്ങൾ ഭവനത്തിന്റെ വിഷയങ്ങൾക്കെല്ലാം ദൈവസ്ഥാനത്തെ ദൈവം ഇറങ്ങി ഒന്ന് വിടിക്കുമാറാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവസ്തോര ഭവനത്തിന് ഞങ്ങൾക്ക് ഒരുക്കി കൊടുക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിടിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ ആർക്കും ദൈവം സൂക്ഷിക്കണമേ കർത്താവിന്റെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി എന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് രണ്ട് വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുതകരം ചലിച്ചിരിക്കുന്ന നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം ആർക്ക് വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ അവിടുത്തെ സാറ് വന്നിട്ടില്ലായിരുന്നു ഓഫീസിൽ ചെന്നപ്പം. അതുകൊണ്ട് അവന് വളരെ വിഷമത്തിലാണ് കുഞ്ഞ്. അവന്റെ കൂടെ കയറി എല്ലാവർക്കും വിസ അടിച്ചു കിട്ടി. ഇവന് മാത്രമേ ഉള്ളൂ. എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അവന്റെ കൂട്ടുകാരൻ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, നീ 3 ദിവസം അവധി എടുത്ത് റൂമിലിരിക്കാൻ പറഞ്ഞു, എന്നാലെങ്കിലും അവരടിച്ചു തരുമോ നോക്കാമെന്ന് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. മോളുടെ വിവാഹം അടുത്ത മാസം 16-ാം തീയതി എൻഗേജ്മെന്റും 23-ാം തീയതി കല്യാണവുമാണ്. അതിനായി പ്രാർത്ഥിക്കണം. സഹോദരിയുടെ മോൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കുകയാണ്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചകളിൽ എക്സാം ആണ് B2-ന്റെ. അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. മോളുടെ പേര് കെസിയ എന്നാണ്. അനീത്ര മോൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബം മേരി മാത്യു എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവനൊരു മാനസാന്തരം കിട്ടണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളായിരിക്കും സൂക്ഷിക്കണം. അവരും യേശുവിനെ അറിഞ്ഞിരിക്കുന്ന മക്കളായി തുടർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നെയും മുറ്റത്തിന്റെ പണി പെൻഡിയും കിടക്കുവാണ്. അതിനുവേണ്ടി ദൈവമക്കൾ പിന്നെയും തുടർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമ്മുടെ അനുസിസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ കേട്ടല്ലോ. മനു തോമസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരു ഭാരം അവിടെ ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം അതിനകത്ത് ചലിക്കണം. വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടണം. ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
അതുപോലെ നമ്മുടെ മേരി മാത്യു ആന്റി പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവന് ഒരു മാനസാന്തരം ദൈവം കൊടുക്കണം, ഒരു അത്ഭുത വിടുതല ആ ഭവനത്തിനകത്ത് ദൈവം അയക്കണം, ആ മുറ്റത്തിന്റെ പണിയുടെ കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിക്കണം. ഈ രണ്ട് വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലോടിയങ്ങളെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചു കർത്താവ്. സുഖകരമായ ഉറക്കത്തെ തന്നു, വീണ്ടും കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതം കൂടെ കണ്ടുണരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. മനു തോമസിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ പ്രിയ വൈതലിന്റെ വിസ എത്രയും പെട്ടെന്ന് ലഭിച്ച് സന്തോഷത്തോടെ കടന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണേ. ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കണേ. ഈ ദൈവം എന്ന് എന്നേ കൂടി ഞങ്ങളുടെ ദൈവം എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രിയ സഹോദരിയുടേതായ വിവാഹത്തിന് എത്ര കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണേ. പ്രിയ പൈതലിന്റെ എൻഗേജ്മെന്റും വിവാഹം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം കർത്താവെ മേരിയാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മകളെ അവിടുന്ന് അനുഗ്രഹിക്കണേ, ശരീരത്തെ ബലപ്പെടുത്തണേ, ആരോഗ്യം ബലം നൽകണേ. പ്രിയപ്പെട്ടവനെ അവിടുന്ന് വിളിച്ച് വേർതിരിക്കണേ, രൂപാന്തരത്തെ നൽകണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. മുറ്റത്തിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള വഴിയും വാതിലും തുറന്നു സഹായിക്കണം. ദൈവം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ വിടുതൽ ദൈവം രണ്ട് കുടുംബങ്ങളിലും ദൈവം അയച്ചിരിക്കുന്ന നന്മയ്ക്കായ ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാം. വിഷയങ്ങളെ പറയാം. ആന്റി എന്ന അഭിമോനും ജസ്മിൻ മോനും മാത്സിന്റെ പരീക്ഷയുണ്ട്, പ്രത്യേക ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. അടുത്തതായിട്ട് ആരെങ്കിലും വിഷയങ്ങളുണ്ടോ? ആന്റി, ഞാൻ ബീന ബിജുവാ. കഴിഞ്ഞ ദിവസമൊക്കെ കേസിന്റെ വിഷയമൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അതിനകത്തൊരു വിടുതൽ തന്നിട്ടുണ്ട്. പിന്നെയും ഇതുപോലെ ഒരു കേസ് കോർട്ടിലൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ അവര് പറഞ്ഞേക്കുന്നേ നമ്മൾ വിളിക്കുമ്പോൾ ചെല്ലണമെന്നാണ്. അപ്പം ആ മേളിലുള്ളവര് അവര് കഴിഞ്ഞ ദിവസം അവര് ചെന്നിട്ടില്ല, നമ്മൾ മാത്രമാണ് ചെന്നേക്കുന്നത്. അപ്പം ഇനിയും നമ്മളെ വിളിപ്പിക്കാതിരിക്കാനും ദൈവം ആ കേസ് റദ്ദായി പോകണം. തുടർന്നൊരു പരസ്പരം ഒരു കേസുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ജസ്മോനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവന്റെ വായിലെ വാക്കുകളും എല്ലാം ഒരു പെട്ടെന്ന് മുൻകോപം വരുന്ന ഒരവസ്ഥയാണ് അവനെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് എക്സാം ഉണ്ട്, ഷേർലി സിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് മാത്സിന്റെ എക്സാം ഉണ്ട്. ശിക്ഷബുദ്ധി ഞാനൊക്കെ കൊടുക്കണം. ഇത്രത്തോളം പ്രാർത്ഥിച്ച് ദൈവമക്കളുടെ പ്രാർത്ഥന മാത്രമാണ്. ഇന്നലെ ഭയങ്കര പ്രതികൂലങ്ങളായിരുന്നു ഇതിനകത്ത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ SI ആണ് വന്നത്. പുള്ളിക്കാരി നമുക്കിവിടെ സമൻസ് പേപ്പർ റിസീവ് ചെയ്യാൻ വന്നെന്നുള്ളതാണ്. പക്ഷെ അവര് വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മളോട് ഷൗട്ട് ചെയ്തു. പേപ്പർ ഒപ്പിട്ട് കൊടുത്തപ്പം ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു അതെനിക്ക് ഫോട്ടോ എടുക്കണമെന്നുള്ളത്. അപ്പം അതിനകത്ത് അവര് കേസും സെക്ഷനും ഒന്നും എഴുതാത്തത് കൊണ്ട് ആ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ആ പേപ്പറിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിച്ചില്ല. അപ്പം ഹസ്ബൻഡ് അത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ റിസീവ് ചെയ്തെന്നുള്ളതിന് എനിക്കൊരു ഇത് വേണമെന്ന്. അപ്പൊ അതൊക്കെ അവരെ അങ്ങ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയായി പോയെന്ന്. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ഇന്നലെ പിന്നെ സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് അവര് ഇത് ചെയ്തത്. എന്നിട്ട് അവിടെ വെച്ചും ഹസ്ബൻഡിനെ കുറെ കളിയാക്കി. ഫോട്ടോ എടുക്കുന്ന ആളാ, പിന്നെ കൃത്യമായിട്ട് എഴുതിയൊക്കെ വെക്കണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ബാക്കി SIമാര് CIമാര് ക്രൈം SI അവരെല്ലാവരും നമുക്ക് അവരുടെ മുമ്പിൽ വെച്ച് ഷൗട്ടൊക്കെ ചെയ്തുവെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു ഇതായിരുന്നു. രണ്ടുപേര് വെച്ച് കേസ് ജാമ്യത്തിൽ പോകാൻ പറഞ്ഞു. എങ്കിലും പിന്നെ അത് വേണ്ടാന്നുള്ളത്, അല്ലാതെ നമ്മൾ അവിടെ വെച്ച് എഴുതി പോകാനുള്ളതാക്കി വന്നു. പിന്നെ ഇനി ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആത്മീയമായിട്ട് ഞങ്ങൾ 3 പേരും മുന്നോട്ട് വരാനും എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ ആന്റി, സ്തോത്രം. പറഞ്ഞ പ്രാർത്ഥന വിഷയം കേട്ടല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ എക്സാം
വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അമ്പീന സിസ്റ്റർ പറഞ്ഞ ദൈവം അനുവദിക്കരുത്, ദൈവം അവർക്കൊരു മാനസാന്തരം ദൈവം കൊടുക്കണം. ഇനി ഒരു കേസോ വഴക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇനിയും പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഒന്നും ദൈവം അനുവദിക്കരുത്. ആ വിഷയത്തിനകത്ത് ദൈവം ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രത്യേകിച്ച് ബീന സിസ്റ്റർ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു മാനസാന്തരം കൊടുത്ത് കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയത്തിൽ മുന്നേറുവാൻ പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാത്സിന്റെ എക്സാം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആത്മീയമായിട്ടൊരു വലിയ വിടുതൽ ആ ഭവനത്തിനകത്ത് ദൈവം അയക്കേണ്ടതിനെ പ്രത്യേകിച്ച് ഈ രണ്ട് വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അളൂടാ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് ഞങ്ങളെ സുഖമായി കാത്തു പരിപാലിച്ചു സൂക്ഷിച്ചു. സുഖകരമായി ഉറക്കി രാവിലെ സമയം എഴുന്നേൽക്കുവാനും ഒരു സുപ്രഭാതം കൂടെ കാണുവാനും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങളെ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷെർലി സിസ്റ്ററിന്റെ മക്കളുടെ എക്സാം ആണല്ലോ കർത്താവെ, അവരുടെ എക്സാം ഒക്കെയും നല്ല ഭംഗിയായി കർത്താവ് എഴുതുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും കർത്താവെ തോറ്റുപോകുവാൻ അനുവദിക്കരുത്. നല്ലൊരു വിജയം കരസ്ഥമാക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ക്വസ്റ്റ്യനൊക്കെയും കർത്താവ് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ കഠിനം കർത്താവെ ഒരു പ്രയാസവും കൂടാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പ്രിയ ബീന ബിജു പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ കോർട്ടിലെ കേസിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ദൈവമേ, എന്തായിരുന്നാലും കർത്താവ് സകലതും അറിയുന്നല്ലോ. ദൈവം അറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുന്നില്ലല്ലോ കർത്താവെ. ദൈവം അവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ മക്കളെ കോർട്ടിലും കച്ചേരിയിലും എങ്ങും കടന്നു പോകാൻ നീ അനുവദിക്കരുത്. മുൻപോട്ടുള്ള സമയങ്ങളിൽ അത് എത്രയും വേഗം കർത്താവെ അത് കേസൊക്കെ റദ്ദാകുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങൾ ഈ വിഷയം എന്തെന്ന് അറിയുന്നില്ല എങ്കിലും എൻ്റെ കർത്താവ് സകലതും അറിയുന്നല്ലോ കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങളെ ദുഃഖിപ്പിക്കുന്ന ദൈവമല്ലല്ലോ അവിടുന്ന്. എത്രയും വേഗം പ്രിയ സഹോദര വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വിഷയം കർത്താവ് അറിയുന്നല്ലോ ദൈവമേ. അവിടെ അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ എത്രയും വേഗം കർത്താവെ അതൊക്കെയും കർത്താവ് സഫലമായി തീരുവാൻ സഹായിക്കണമേ. മുൻപോട്ട് കർത്താവ് കേസ് എത്രയും വേഗം റദ്ദാകുവാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അറിയുവാനായ കർത്താവിന്റെ കരത്തിൽ ഈ വിഷയം ഏൽപ്പിക്കുന്ന കർത്താവെ. മകന്റെ സ്വഭാവത്തിനൊക്കെയും കർത്താവ് മാറ്റം കൊടുക്കണമേ. ദേഷ്യ സ്വഭാവമൊക്കെ കർത്താവ് മാറ്റി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ മാതാപിതാക്കൾക്ക് മറ്റുള്ളവർക്കൊക്കെ മാതൃകയുള്ളവനായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മോന്റെ എക്സാം ഉണ്ടല്ലോ കർത്താവെ. ദൈവമേ, അതുവാൻ ഭംഗിയായി നടക്കുവാൻ സക്സസ് ആയി തീരുവാൻ സഹായിക്കണം. 3 പേര് ആത്മീയമായി വളരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മാറി അവർ സന്തോഷമായി സമാധാനമായി ജീവിപ്പാൻ യേശുവിൽ യഥാർത്ഥമായി വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 വിഷയത്തിന്മേലും കർത്താവ് ജയം വഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. പ്രാർത്ഥിച്ച ഈ 2 വിഷയത്തിൽ ദൈവം പരമായ വിടുതൽ അയച്ചിരിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും വിഷയം പറയാനുണ്ടോ? വേഗത്തിൽ പറയാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ ഭവനത്തെ ഓർത്തും പ്രാർത്ഥിക്കുമെന്ന് അപേക്ഷിക്കുന്നവർ പ്രാർത്ഥിച്ചിന്റെ വിഷയമാണല്ലോ. ജയനി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ ആന്റി അമ്മണി ആന്റി പറഞ്ഞ കേട്ടില്ല. ഇവിടെ നെറ്റിന്റെ ചെറിയ ജയനി ആന്റിക്ക് ശരീരക്ലേശത്താല ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു ആദ്യമേ പ്രാർത്ഥിച്ചായിരുന്നു. വേറെ ആർക്കെങ്കിലും വിഷയങ്ങളുണ്ടോ? പ്രാർത്ഥനാ വിഷയമുണ്ട്. പ്രത്യേകിച്ച് എന്റെ ആങ്ങളുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞ് ഹൈദരാബാദിൽ
നഴ്സിംഗ് പഠിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്നലെ വിളിച്ച് വളരെയധികം മാനസികമായിട്ട് കുഞ്ഞങ്ങാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവളുടെ 3-ാം വർഷത്തെ എക്സാം ആണ് നടക്കുന്നത്. നേരത്തെ പഠിച്ചെല്ലാം വെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ ഒന്നിക്കൊന്നിരാടോ അവൾക്ക് എക്സാമുകളുണ്ട്. കുഞ്ഞിന് ഇന്നലെ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇന്നലെ പകലെടുത്ത് നോക്കിയപ്പോഴത്തേന് എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു എന്ന് വെച്ച് കുഞ്ഞങ്ങ് ടെൻഷൻ അടിച്ച് പേടിച്ച് എന്നെ ഉച്ചയ്ക്ക് വിളിക്കാനായിട്ട് ഇടയായി. അപ്പൊ ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്ന യാത്രയിലായിരുന്നു. പ്രിയ കുഞ്ഞ് വിളിച്ച് വളരെയധികം വിഷമിച്ചു. ആന്റി, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുന്നും പറഞ്ഞ് രാത്രിയിൽ ഒത്തിരി ടെൻഷനിലായിരുന്നു കൊച്ച. ഇന്ന് എക്സാം ഉണ്ട്. പ്രത്യേകിച്ച് ദൈവമക്കൾ ആ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥന. ഒരു വിധത്തിലും കുഞ്ഞ് ടെൻഷൻ അടിക്കരുത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ അറിയാമല്ലോ. അവള് പഠിച്ചത് തക്ക സമയത്ത് ആ പരീക്ഷാ ഹാളിനകത്ത് കയറുമ്പോൾ കുഞ്ഞ് പഠിച്ചതെല്ലാം തക്ക സമയത്ത് എഴുതാനുള്ള ഒരു കൃപ ദൈവം ആ കുഞ്ഞിന് കൊടുക്കണം. ഏഞ്ചൽ എന്നാണ് അവളുടെ പേര്. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം ഞാൻ എല്ലാ സഹോദരന്മാരോടും പ്രത്യേകം പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒന്നിക്കൊന്നിരാടെ എക്സാമുകളുണ്ട്. അവളുടെ എല്ലാ എക്സാമിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന വിഷയം എന്റെ ആങ്ങളയുടെ മോളാണ്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ 2 വിഷയത്തെ ഓർത്ത് പ്രത്യേകം ഒരാൾക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗപിതാവേ, ഇന്നലെ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വീണ്ടും അടിയങ്ങൾക്ക് അങ്ങയുടെ പാദപ്പടി കടന്നു വരുവാൻ തക്കവണ്ണം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലപ്പ ഒരവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് ഞങ്ങളെ എല്ലാവരെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ദൂതന്മാരുടെ കാവലിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. സജിന സിസ്റ്റർക്കായി സ്തോത്രം. ദൈവമേ, നിന്റെ മകളെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭവനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിലപ്പ അങ്ങയുടെ വിടുതലിന്റെ കരം നീട്ടണമേ, വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളോടൊത്ത് ആത്മീയമായ ഉയർച്ചയും വളർച്ചയും നൽകി. ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ എന്റെ അപ്പന്റെ പൊന്നുനാമം എന്റെ കുഞ്ഞുങ്ങളുടെ മഹത്വം കൊണ്ട് പാന്തക്കണ്ണടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ പണികളെല്ലാം എത്രയും വേഗം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം വഴിയും വാതിലും സ്വർഗം തുറന്നു കൊടുക്കണമേ. ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അപ്പച്ച ദൈവമേ, മോനെ എക്സാം എല്ലാം എഴുതിയെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ കൃപ കൊടുക്കണമേ. സ്വർഗത്തിലെ ജ്ഞാനത്താൽ പൈതലിനെ നിറയ്ക്കണമേ. നല്ലൊരു ജോലി എല്ലാം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോൾക്കായി സ്തോത്രം. നല്ലൊരു അഡ്മിഷൻ ലഭിക്കണം. അതിനുവേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട് നല്ല ജോലി, നല്ല ഭാവി എല്ലാം കാണുവാൻ തക്കവണ്ണം എന്റെ അപ്പന്റെ പൊന്നുനാമം മഹത്വം കൊണ്ട് പാന്തക്കണ്ണടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. റേച്ചൽ ബിജു ആന്റി പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, എന്റെ മകളെയും കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ യാത്രയിലെല്ലാം സാന്നിധ്യം കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. ഏഞ്ചൽ മോൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. പൈതലിന്റെ അവസ്ഥയെല്ലാം എന്റെ അപ്പച്ചനെ അറിയുന്നല്ലോ. ഹല്ലേലൂയ. ദൈവമേ, പൈതലിനോട് ഈ പകൽക്കാലം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന വചനം അയച്ച് ഹല്ലേലൂയ ഈ നിമിഷം തന്നെ പൈതലിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പൈതലിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഓർമ്മശക്തി കൊടുത്ത് സ്വർഗത്തിലെ ജ്ഞാനത്താൽ നിറച്ച് ഹല്ലേലൂയ ഈ പകൽക്കാലം ഹല്ലേലൂയ നല്ലവണ്ണം എക്സാം എഴുതുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവൻ എനിക്ക് വലിയവ ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം യഹോവയാൽ സംഭവിച്ച മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയും വിധം ഹല്ലേലൂയ ഈ പകൽക്കാലം പൈതലിന്റെ ജീവിതത്തിൽ അത്ഭുതം ണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ ശക്തീകരിച്ച് ബലപ്പെടുത്തണം. അപ്പ ഒരിക്കലും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കാതെ ഉറപ്പും ധൈര്യമുള്ളവളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എന്റെ അപ്പന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്ന അപ്പ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോടും സ്വർഗം മനസ്സലിയണം. അപ്പച്ച ദൈവമേ, അവരെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ. ശത്രുവിന്റെ ഇഷ്ടത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അപ്പച്ച ഹല്ലേലൂയ. ഒരു തരത്തിൽ നിരാശപ്പെടാതെ ഭാരപ്പെടാതെ ഹല്ലേലൂയ ദൈവമേ, ആ സഹായം വരുന്ന പർവ്വതങ്ങളിലെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ നല്ലവണ്ണം പഠിച്ച് നല്ലവണ്ണം എക്സാം എഴുതുന്നതുമാര് വിജയം നേടുവാൻ തക്കവണ്ണം എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശത്രു ഒരു തരത്തിലും ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിരാശകളിട്ട് പോരാടുവാൻ എന്റെ അപ്പൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏഞ്ചൽ മോളെയും ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ സജിസ്ട്രയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. സ്വർഗ്ഗം അവരെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അങ്ങനെ പിന്നെ നാമം മഹത്വപ്പെട്ടിരിക്കുക. സ്തോത്രം. മാനമഹത്വം എടുക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുടുംബത്തിന്മേലും കുഞ്ഞുങ്ങൾ പ്രിയ ഏജലിന്റെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ദൈവം അവിടുന്ന് ചലിപ്പിച്ചിരിക്കുന്ന നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം.
ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബെൻസൺ പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ഇടയായല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഇത്രത്തോളം അവളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പ്രിയ ബിന്ദുസിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതല് പ്രിയ ബിന്ദുസിന് ദൈവം കൊടുക്കണം. വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയില് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി അതിലുപരി ഇതുവരെ ചെയ്തതിനേക്കാൾ ഉപരി കർത്താവിന്റെ വേലയില് ശുഷ്കാന്തിയുള്ളതായി ജീവിപ്പാൻ ദൈവം നിന്റെ മകളെ ഒരുക്കേണ്ടതിന് ആ കിടക്ക വിട്ട് വേഗത്തിൽ എഴുന്നേൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ബെൻസൺ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചിടത്തോളം ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവം അവിടുന്ന് നിർത്തിയ ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ബെൻസൺ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുകൊണ്ട് ഭാരപ്പെടാൻ ഇടയാകാതെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അത് അനുഗ്രഹിക്കപ്പെട്ടതിൽ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കും. സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി കുറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്ന സംഭവവാസമായ ലോകത്തിൽ നിന്നും കഴിഞ്ഞ രാത്രികാലം എത്രയോ പേര് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും അതിശയരമായി കർത്താവ് കാത്തുപരിപാലിച്ചതിനായി നന്ദി കുറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ബെൻസൺ പാസ്റ്ററിനെ കുടുംബമായി വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നലെ അത്ഭുതകരമായ സാക്ഷ്യം കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായി നന്ദി കുറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവിനെയും കുടുംബത്തെ ഇത്രത്തോളം അതിശയമായി കാത്തുപരിപാലിച്ചതിനായി നന്ദി കുറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ബിന്ദു സിസ്റ്ററിന് കർത്താവെ എത്രയും പെട്ടെന്ന് പരിപൂർണമായ സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെയും വീണ്ടും ഉയരത്തുള്ള കൃപ കൊണ്ട് ശക്തമായി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന 2 മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും വർദ്ധിപ്പിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. മറുപടി നൽകത്തുന്ന അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ വിടുതൽ ദൈവം വേഗത്തിൽ കൊടുക്കുന്നോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിന് വേണ്ടി പ്രയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനകത്തുള്ള എല്ലാ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ ചാപ്റ്റേഴ്സുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ ദിവസങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരിക്കടിമയായി അനേക യൗവനക്കാര്, കുഞ്ഞുങ്ങൾ, ഓരോ ന്യൂസുകൾ കാണുമ്പോൾ സ്ത്രീകൾ സഹിതം റോഡിൽ മദ്യപിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളും ഭാരങ്ങളും ഓരോ ദിവസവും ന്യൂസുകൾ കാണുമ്പോൾ വളരെ വേദനയാണ്. അങ്ങനെ കേരള സംസ്ഥാനത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ലഹരി ഈ ദേശത്തുനിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണകൂടം അതിനെ നിയന്ത്രിക്കാൻ ഭരണാധികാരികൾക്ക് കഴിവുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രാർത്ഥന ധ്വനി പ്രയർ ചാപ്റ്റേഴ്സിനെ എല്ലാ പ്രയർ ചാപ്റ്റേഴ്സ് ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനകത്തുള്ള എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാള് സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർത്തുമായ പ്രഭാതത്തിനാട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഇന്ന് രാത്രികാലം എത്രയും ഞങ്ങളോട് കൂടിയിരുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടി ദാനമായി തന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും അങ്ങയുടെ പാതകത്തിലാടിപ്പാൻ 7 അടിനെ ഒരുക്കിയ കൃപകൾക്കായ സ്തോത്രോടെ എന്റെ ജീവിതത്തിൽ എല്ലാ കുറവുകളും ക്ഷമിച്ച് വിശുദ്ധരത്തിൽ നന്നായി കഴിച്ചുതീരുപ്പാൻ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനകളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവം കാക്കണം, പരിപാലിക്കണമേ. കർത്താവെ, പ്രാർത്ഥന അതിലൂടെ എല്ലാ ചാപ്റ്ററുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. എത്രത്തോളം പ്രവർത്തിപ്പാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സനിൽ ദൈവമേ സ്തോത്രെ. പ്രാർത്ഥന അതിന് കൂട്ടായ്മ കർത്താവെ പടർന്ന് പന്തലിപ്പാൻ ഇവിടെയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം ജില്ലകളിലെ, സംസ്ഥാനങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലൊക്കെയും ദൈവം ഇത് പടരുവാൻ ഇവിടെയാകണം. അനേകർക്ക് ആശ്വാസമായി തീരുവാനിടയാകണമേ. കർത്താവെ, ഓരോ പ്രാർത്ഥനാ ചാപ്പിനെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവസാന്നിധ്യം കൊണ്ട് മറയ്ക്കണമേ. കർത്താവെ, നിയമനേഖര കർത്താവ് ഇതിലേക്ക് കടന്നു വരുവാനിടയാകണമേ. കർത്താവെ ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ സന്നിൽ കർത്താവെ ഇത് ദൈവമേ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഓരോരുത്തർക്കും അഭയമായി തീരുവാൻ ഇവിടെയാകണം. കർത്താവെ, കഷ്ടലഞ്ഞെടുക്കത്തിലായിരിക്കുന്ന വിഷയങ്ങള് അപ്പച്ച ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓരോ ദിവസവും തരുന്ന വിടുതലിന് മറുപടിക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിന്റെ അഭിഷേകത്തിന് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ,
ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് എത്തപ്പെടാത്ത രാജ്യങ്ങളും ജില്ലകളും കർത്താവെ എല്ലാം ഉണ്ടപ്പാ. അതിലേക്കൊക്കെയും ദൈവം പടരുവാനും അനേക ശാഖകളായി രൂപപ്പെടുവാനും അനേകർ അതിലേക്ക് കടന്ന് നേതൃത്വം വഹിക്കാനും ഒക്കെ ദൈവം ഐക്യതയോടെ കർത്താവ് ഇത് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥന. അതിനാവശ്യത്തിന് വീണ്ടും ഒരുക്കണമേ. ശക്തിയോടെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേരള സംസ്ഥാനത്തെ കാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സത്രാനുപതി കർത്താവെ. ദൈവമേ സ്തോത്രം. കഷ്ടതകൾ നിറഞ്ഞ ദൈവമേ സംസ്ഥാനമായി തീർന്നുകൊണ്ടിരിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. അനേക ദൈവമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന കർത്താവെ. മയക്കുമരുന്ന് പോലും കർത്താവ് അനേക തലമുറകളെ പ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കണം. മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ കർത്താവ് രക്തബന്ധത്തെ പോലും മറന്നുകൊണ്ട് കർത്താവ് അവരുടേതായ സ്വർഗീയ ലോകത്തിലേക്ക് ദൈവം കടന്നുപോയി അവരുടെ സുഖത്തിലേക്കായി പോകുന്ന പിച്ച. എന്നാൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇറങ്ങണമേ കർത്താവെ. ദൈവമേ ദൈവം കുഞ്ഞുങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതിനൊക്കെ ലഹരിമുക്ത കേരളമാക്കി മാറ്റുവാൻ ദൈവടിയാക്കണം. അതിനായിട്ട് ഭരണാധികാരികളെ ദൈവം ഒന്ന് എഴുന്നേൽക്കണം. അവിടെ കണ്ണെന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പോലീസ് മേധാവികളെ കർത്താവ്, എക്സൈസ് വകുപ്പുകളെല്ലാം കർത്താവ് ഇതിനായിട്ട് ജാഗ്രതയോടെ ഇറങ്ങി കർത്താവ് ഇതിനെ അമർച്ച ചെയ്യുവാനുള്ള ഒരു ഹല്ലേലൂയ, ഒരു പരിജ്ഞാനം, ഒരു ഹല്ലേലൂയ വിവേകം ദൈവം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്വതന്ത്രനായിട്ടുള്ള മീഡിയകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവം അതിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടണമേ കർത്താവെ. ദൈവമേ ദൈവത്തിന്റെ സാന്നിധ്യമല്ലാതെ കർത്താവ് ഇതിനെ ഒന്ന് നിയന്ത്രിപ്പാൻ ആർക്കും സാധ്യമാകില്ല കർത്താവെ. ആയാൽ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കണം. നല്ലൊരു കേരളമായി തീരുവാൻ ദൈവടിയാക്കണമേ. ആദ്യത്തിലെ കർത്താവെ ഭരണം പോലെ തന്നെ കടന്നു വരുവാൻ ദൈവടിയാക്കണം കർത്താവെ. ദൈവത്തിന്റെ നാടെന്ന് പോഷിച്ചിരിക്കുന്ന സംസ്ഥാനം എന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. ക്രൂരതയുടെ ഒരു നാടായി തീർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. അതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ച് ദൈവം കേരള സംസ്ഥാനം പൊന്നുപോലെ പുറത്തു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥന ഓർത്ത് പ്രാർത്ഥിക്കുന്ന കേരള സംസ്ഥാനത്തിലെ കർത്താലഹരി ആമേൻ വ്യക്തോ കേരളമായി തീരുവാനിടയാകേണ്ടതിനായി ദൈവങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ രണ്ട് വിഷയങ്ങളുടെ മേലും ദൈവപ്രവൃത്തി നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം പരീക്ഷ എഴുതുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അറിവിൽപ്പെട്ടവരെ, അറിവിൽപ്പെടാത്തവരെ, നമ്മളുടെ പ്രയർ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെ, എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിജയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഒരു വിധത്തിലും കുഞ്ഞുങ്ങൾ ഭാരപ്പെടല്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പിലെ രോഗികളെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാലം ഈ പ്രഭാതത്തിൽ കയറിയ എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രി കാലം ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് സുഖകരമായി ഉറക്കം തന്നു കർത്താവേ. പ്രഭാതം സന്തോഷത്തോടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിഷയങ്ങളുടെ മറുപടിക്ക് തടസ്സമായിട്ട് എന്റെ കുറവുകൾ ഓർക്കാതെ രക്തത്താൽ ഒരിക്കൽ കൂടി ശുദ്ധീകരിച്ച് ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കേണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൃത്തിയാൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. പേര് പറയപ്പെട്ട കുഞ്ഞുങ്ങളും പറയപ്പെടാത്തതായ എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ഭയത്തിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. അവർക്ക് നന്നായി പഠിച്ചത് നന്നായി പരീക്ഷ എഴുതുവാൻ തക്ക സമയത്ത് ഓർമ്മയും ബുദ്ധിയും ജ്ഞാനവും എല്ലാം കർത്താവ് കൊടുക്കണം. അവരുടെ കരങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് ഏകാഗ്രത കൊടുക്കണമേ. ഭയങ്ങളെ മാറ്റണമേ കർത്താവേ. നന്നായി പരീക്ഷ നല്ല വിജയങ്ങളെ പ്രാപിച്ച് കർത്താവേ വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൺമയമായ ഞങ്ങളുടെ ശരീരത്തിൽ കർത്താവെ ഹല്ലേലൂയ ആമേൻ പലവിധമാകുന്ന രോഗങ്ങൾ, ഭാരങ്ങൾ ഓരോ വ്യക്തി ജീവിതത്തിലും ഉണ്ട് കർത്താവെ. എന്നാൽ നീ തൊട്ടവരും നിന്റെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ കർത്താവിന്റെ വിടുതലിന്റെ കരം ഓരോ വ്യക്തി ജീവിതങ്ങളെയും തൊട്ട് ഹല്ലേലൂയ അന്നന്ന് ജീവിപ്പാൻ ആവശ്യമായ ആരോഗ്യം വല്ലതും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരട്ടെ കർത്താവെ. വിടുതൽ, ആശ്വാസവും സന്തോഷവും സമാധാനം കുടുംബങ്ങളെ അനുഭവിക്കുവാൻ, സ്വസ്ഥത അനുഭവിക്കുവാൻ കർത്താവെ സ്വർഗമേ അവിടുന്ന് ഇടയാക്കേണമെന്ന് പ്രാർത്ഥിക്കും. സകല
പ്രത്യേകം ഇന്ന് ദൈവിക സമാധാനം ഓരോ കുടുംബങ്ങളിലും നിറയപ്പെടുവാൻ, ആമേൻ, ആരോഗ്യവും സൗഖ്യവും വിടുതലും അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മറുപടി അയച്ചിരിക്കുന്ന നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. മഹാപരിഷത്തിനും കാരണവനുമായ സ്വർഗീയപിതാവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ രാവിലെ കാലം കൂടി വന്ന സമയം മുതൽ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവം ഒരുക്കി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വെച്ച് കർത്താവെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന നന്മയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ബെത്സബാസ് കുടുംബത്തെ ദൈവം ആദരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം. പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇതിനകത്ത് രോഗികളെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കും. പൂർണ്ണമായ സൗഖ്യം വിടുതലും ഒക്കെ ദൈവം കൊടുത്താതിരിക്കും. അവനെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ രോഗികളെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും വിടുതലും ഒക്കെ കർത്താവ് കൊടുത്താതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ഗ്രൂപ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഇതിനകത്ത് പറയപ്പെടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ നീതിയുടെ കരം ചലിക്കട്ടെ കർത്താവെ. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവെ ഓരോ ദിവസം ഓരോ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചു എന്നുള്ള കർത്താവെ അതിന്റെ ഒരു അത്ഭുത വിടുതൽ കണ്ട്, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടയാക്കുന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്വർഗം ആദരിക്കുന്ന എല്ലാ ആന്റിമാരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ, ഞങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടുവാൻ അനുവദിക്കാതുള്ളൂ. തലമുറകളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥി. വിശ്വാസംബന്ധമായി ഭാരപ്പെടുന്ന മക്കളെ ദൈവം ആദരിക്കണം കർത്താവെ. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു ദൈവ പ്രവൃത്തി എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കണം കർത്താവെ. കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന നന്മയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അടിയന്റെ പ്രാർത്ഥന എന്ന കുറവുകളെ കർത്താവ് ക്ഷമിക്കുമാറാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ബെൻസബാസ്റ്റോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് സഹകരിച്ച എല്ലാ ആന്റിമാരെയും ദൈവത്തിന്റെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയില് ഈ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവ് പ്രിയ മകൾക്ക് കൊടുത്ത ഭാഗ്യത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ 15 വർഷമായി ഞങ്ങൾക്ക് ഈ കുടുംബമായി നല്ലൊരു ആത്മീയ ബന്ധമുണ്ട്. പ്രിയ ബിജു ബ്രദർ ഇവിടെ ജോലിയോട് ബന്ധമില്ല കടന്നു വന്ന ആ നിമിഷം മുതൽ നമ്മുടെ സഭയിലെ അംഗമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ആ കുടുംബമായിട്ട് നല്ലൊരു ആത്മീയ ബന്ധമായിരിക്കാനും പ്രാർത്ഥന എപ്പോഴും ഓർക്കുവാനും ഏത് പതിരാത്രിയിൽ എപ്പോഴാണ് ഇന്നലെ തന്നെ രാത്രി 11 മണിയായപ്പോഴാണ് ഞാൻ ബിനോടെ ഈ കാര്യം പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് പറയുകയായത്. സഹോദരിമാരെ പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് രാത്രി എനിക്ക് അയച്ചു തന്നു. ഏത് സമയത്തും പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള നല്ല ഉത്സാഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥന കുടുംബത്തിൽ ദൈവം ദാനമായി നൽകി ഏത് പാതിരാത്രി എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളായിരിക്കുന്ന നിമിഷം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 94 സങ്കീർത്തനം അതിന്റെ 20 വാക്യം. സാം ചാപ്റ്റർ 94:20. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകും. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു തിരുവചനമാണ് നമ്മൾ വായിപ്പാടയായത്. 94 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. ദൈവത്തിന്റെ ഒരു നീതിയെ പറ്റിയാണ് നമുക്ക് ഇവിടെ വായിപ്പാടയാകുന്നത്. നമ്മുടെ ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. അതുകൊണ്ട് 4-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം നൽകണമേ. ഹല്ലേലൂയ. നീതിയുള്ള ദൈവം, നീതിമാനാകുന്ന ദൈവം, അനീതിക്ക് എതിരായി നിൽക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എവിടെ നോക്കിയാലും അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണല്ലോ നമ്മളായിരിക്കുന്നത്. കൈക്കൂലി പണം കൊടുത്ത് കാര്യങ്ങൾ നേടുവാൻ എന്ത് അനീതിയും കാണിക്കുന്ന ഒരു സമൂഹത്തെ അത് ഏതെല്ലാം തുറമുകളിൽ നോക്കിയാലും ഏതെല്ലാം നിലകളിൽ നോക്കിയാലും, ഞാൻ പ്രത്യേകിച്ച് ആ സ്ഥാനങ്ങളുടെയോ മാനങ്ങളുടെയോ ഒന്നും പേരുകളൊന്നും പറയുന്നില്ല എങ്കിൽ തന്നെയും എവിടെ നോക്കിയാലും
ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും ഏതിടങ്ങളിൽ നോക്കിയാലും കൈക്കൂലിയും അനീതികളും പിടിച്ചുപറിയും കൊള്ളയും സ്തോത്രമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. ഭയം മനുഷ്യനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യന് നെട്ടോട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ പാടാറുണ്ടല്ലോ, ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീടാം, ജനം പേടിച്ചു നിർജീവരായിരുന്നേ എന്ന് പറഞ്ഞാൽ ജനം പേടിച്ച് ഭയത്തോടെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്ന ചിന്തയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഒരു മനുഷ്യനും നീതിയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കള്ളത്തരങ്ങൾ കൊണ്ട്, കൊള്ളകൾ കൊണ്ട് സ്തോത്രം ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന് സ്വസ്ഥമായും സ്വൈര്യമായും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ മുമ്പിലുള്ളത്. നിയമമുണ്ട്, പക്ഷെ നിയമത്തിന് വിരോധമായി ചില കഷ്ടതകൾ നിർമ്മിക്കുന്ന ചില അനുഭവങ്ങൾ. നിയമത്തിന്റെ വഴി തന്നെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും ആ നിയമത്തെ പോലും മറിച്ചിടുന്ന നിലയില്, ആ നിയമത്തെ പോലും, ആ ഭരണഘടനയെ പോലും, ഉള്ളതാകുന്ന ആ നിലവാരത്തെ പോലും കാറ്റി പറത്തുന്ന ഒരവസ്ഥയിലാണല്ലോ ഇന്ന് ലോകത്തിൻ്റെതാകുന്ന സ്ഥിതികള്. അത് എവിടെ നോക്കിയാലും, ഏത് സംഘടനകളിൽ നോക്കിയാലും, ഏത് രാഷ്ട്രീയത്തിൽ നോക്കിയാലും, ഏത് ഇടങ്ങളിൽ നോക്കിയാലും നിയമത്തിന് വിരോധമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നിയമത്തിന്റെ അധികാരികളിൽ നിന്ന് പോലും നമുക്ക് പലപ്പോഴും നീതി കിട്ടിയില്ലെന്ന് വരാം. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നീതിയോടെ ഉത്തരവല്ലുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ മാനുഷ്യമായ പല വിഷയങ്ങളുടെ മുമ്പിൽ നാം ഭാരപ്പെടാം. എന്നാൽ ദൈവം നീതിയോടെ നമുക്ക് വേണ്ടി ഉത്തരവുള്ളത് തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന ഭക്തനാകുന്ന ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിടുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുകയായി. എന്നാൽ ഇതറിയാവുന്ന ദൈവം സ്തോത്രം തന്റെ ദാസന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സിംഹങ്ങളുടെ വായടയ്ക്കുവാനിടയായി. എന്നാൽ കൊട്ടാരത്തില് കിടക്കുന്നതാകുന്ന രാജാവിന് ഉറക്കം വരുന്നില്ല. സ്വൈര്യത നഷ്ടപ്പെട്ടു പോയി. അന്ന് പ്രഭാതത്തില് രാജാവ് സിംഹങ്ങളുടെ കുഴിയിലെത്തി. രാജാവിന്റെ ചിന്ത എപ്പോഴേ ഈ സിംഹങ്ങള് ദാനിയേലിനെ കഴിച്ചു കാണുമായിരിക്കും. ആ സിംഹങ്ങളുടെ കുഴിയിൽ അടുത്തു വന്നിട്ട് ദീനസ്വരത്തിലാ വിളിച്ചത്. ദാനിയേലിനെ വിളിച്ചപ്പോൾ ദാനിയേൽ ഒറ്റ മറുപടി പറയുക. ഒരുപക്ഷെ തിരിച്ചൊരു ശബ്ദം കേൾക്കാമോ എന്ന് പോലും രാജാവിന് അറിയത്തില്ല. പക്ഷേ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നൊരു ശബ്ദം കേട്ടു, രാജാവിന് ദീർഘായുസോടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവം എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവം എനിക്ക് ദീർഘായുസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു രാജാവിനും ഒരു വ്യക്തികൾക്കും എന്റെ ആയുസിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. എന്റെ ദൈവം എനിക്കൊരു ആയുസ്സും ആരോഗ്യം വരുത്തി വെച്ചിട്ടുണ്ട്. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ രാജാവ് ദീർഘായുസോടിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാ നാം സ്വീകരിക്കുന്നത്, ആരാധിക്കുന്നത്. ഹല്ലേലൂയ. 3 ബാലന്മാരെ തീയിലിട്ടപ്പോൾ തീയുടെ അളവ് കൂട്ടി. ഹല്ലേലൂയ. രാജാവിന് കോപം മൂത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ തീയുടെ അളവ് കൂട്ടിയപ്പോൾ അവരെ തീയിൽ കൊണ്ടിട്ടതാകുന്ന ആൾക്കാർ തീയിൽ വെന്തുപോയപ്പോൾ തന്റെ ഭക്തന്മാർക്ക് ഒരു പോറല് പോലും, അവിടെ രോമോ മുടിയോ പോലും കരിയാതെ പ്രൊട്ടക്ഷൻ കൊടുത്ത ദൈവത്തിന്റെ കൃപയാ. 3 പേരെയല്ലയോ നമ്മളിട്ട്, 4ാമത് ഒരു വ്യക്തിയും കൂടി അവിടെ നിൽക്കുന്ന കാഴ്ച കാണുവാടെയായി. 4ാമനല്ല 1ാമനാന്ന കർത്താവ് അവിടെ ഇറങ്ങുവാടെയായി. ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ ദൂത് പറയട്ടെ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ചില ദുഷ്ടസിംഹാസനകൾ നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ ആദ്യ ഭൗതിക മണ്ഡലത്തിനെതിരായി കഷ്ടത നിർമ്മിക്കുവാൻ, എപ്പോഴും കഷ്ടത കൊണ്ടിടുവാൻ, എപ്പോഴും വേദന കൊണ്ടിടുവാൻ, എപ്പോഴും നിന്നെ ഇല്ലായ്മയാക്കി കളയുവാൻ, നിന്റെ കുടുംബത്തിലെ സ്വൈര്യത പോലും, നിന്റെ കുടുംബത്തിലെ സമാധാനത്തെ പോലും ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന, കഷ്ടത നിർമ്മിക്കുന്ന ചില ദുഷ്ടസിംഹാസനങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ചതിനെ ജയമേറ്റിടുകയാണ്. ഹല്ലേലൂയ. നിയമം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ആ നിയമത്തെ പോലും മറിച്ചിടുന്ന നിലയില്, ആ നിയമത്തെ പോലും ഇല്ലാതാക്കുന്ന നിലയില്
ശത്രു എന്തെല്ലാം പ്ലാനുകൾ ഒരുക്കിയാലും നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമുണ്ട്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി വാദിക്കുവാനോ സംസാരിക്കുവാനോ ആരുമില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യാക്കോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആമേ സ്തോത്രം, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നിൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതെല്ലാം പ്രതികൂലങ്ങള് ഏതെല്ലാം പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ വന്നാലും അവിടെ നമുക്ക് വേണ്ടി ഉത്തരമല്ലെന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. നിയമത്തിന് വിരോധമായി എന്തെല്ലാം കഷ്ടതകൾ വന്നാലും നിയമത്തിന് വിരോധമായി നമ്മളിപ്പോൾ തന്നെ എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണ് നമുക്ക് ലഭിക്കാനിടയായത്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിരപരാധിയാണ് പാസേ. എത്രയോ ദൈവദാസന്മാരും ദൈവമക്കളുമാണെന്നറിയാമോ ജയിലിൽ കിടക്കുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നിരപരാധികള്. ആമേൻ. ജാമ്യം പോലും കിട്ടാതെ അവർക്കെതിരായി പല കള്ളക്കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. പല കള്ളക്കേസുകള്, ആമേ, പല കള്ളക്കേസുകൾ പോലും ചുമത്തി നിരപരാധികളെ ജയിലിട്ടിരിക്കുക. സ്തോത്രം. ഒരു ദൈവദാസനെ യുപിയിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ആമേ അനേക വർഷങ്ങൾക്ക് ശേഷം ആമേ ഹല്ലേലൂയ, ആമേ അവിടെ കുടുംബ ജീവിതത്തിൽ ഒരു തലമുറ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. സഹോദരി പ്രഗ്നന്റ് ആണ്. ആമേ സ്തോത്രം. കുഞ്ഞുണ്ടായി. ആമേ സ്തോത്രം. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പിതാവിന് ആ കുഞ്ഞിനെ പോലും കാണുവാൻ പറ്റാതെ കള്ളക്കേസുകൾ ചുമത്തി ആ ദൈവദാസനെ ജയിലിൽ തിരികുകയാണ്. ഭീമമായ പൈസയാണ് അവർ ആവശ്യപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. വളരെ വേദനയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചതാകുന്ന ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം, നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാ, നീതി ഇഷ്ടപ്പെട്ട ദൈവമാ, ദുഷ്ടതയെ വെറുക്കുന്ന ദൈവമാ, ദുഷ്ടന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ദൈവമാണ്. ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, ദൈവ ജനത്തിനെതിരായി, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തനെതിരായി ദുഷ്ടൻ എന്തെല്ലാം പ്ലാനുകൾ ഒരുക്കിയാലും അതിനെ തകർത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. എങ്കിലും നീ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തോ, പുതിയ എണ്ണ എന്നെ കേൾപ്പിക്കും. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു 6-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ പകൽക്കാലം ധൈര്യത്തോടെ പറ, എന്റെ വിഷയത്തിമേ ദൈവം പ്രവർത്തിച്ചിരിക്കുക, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിമേ ദൈവം പ്രവർത്തിച്ചിരിക്കുക. ആമേ, എന്റെക്ക് മുമ്പിൽ വന്നിരിക്കുന്ന കേസ്, ആമേ അതിന് മുമ്പിൽ ദൈവം പ്രവർത്തിക്കുക. ആമേ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങള് ഒരുപക്ഷെ നിനക്കെതിരായി, നിന്റെ കുടുംബത്തിന്, നിന്റെ സഭയ്ക്കെതിരായി നിൽക്കുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആമേ, ദൈവം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. പ്രിയ മകനെ, മകളെ, ആമേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്റെ ജീവിത വിഷയത്തിനും അത് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം മന്ത്രപ്രയോഗങ്ങള്, എന്തെല്ലാം ക്ഷുദ്രപ്രയോഗങ്ങള്, ഏതെല്ലാം രീതിയിൽ ശത്രുവായ പിശാചൊരുക്കിയാലും ദൈവം തമ്പുരാൻ അറിയാതെ നിന്റെ ഒരു രോമത്തെ പോലും ദുഷ്ടന് തൊടാൻ പറ്റുകയില്ല. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ആരെല്ലാം എതിരാ നിന്നാലും ദൈവം നമുക്ക് അനുകൂലമായി എഴുന്നേൽക്കും. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോവുകയാ. നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി എന്തെല്ലാ വിഷയങ്ങൾ വന്നാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആഹാബ് ചിന്തിച്ചു, ഇപ്പോഴേ എന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുമെന്ന്. ഇല്ല ആഹാബേ, ഹല്ലേലൂയ. ഏലിയാവ് നിന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല. ഏലിയാവിന്റെ മുമ്പിൽ ആഹാബേ നീ മുട്ടുമടക്കുകയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം ദേശത്തിന്റെ ശക്തികളെതിരായി നിന്നാലും ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില് നമുക്ക് 40 നിമിഷം പാടുവാൻ പ്രാർത്ഥിപ്പാൻ നല്ല ദൂതുകൾ കേൾക്കൂടെ. 40 നിമിഷം അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് 40 നിമിഷം കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാട്, എല്ലാവരും വാദനങ്ങൾ കൊണ്ട് കർത്താവിനെ അന്യഭാഷയിൽ ആരാധിച്ചാട്. ഈ പകൽക്കാലം പ്രാർത്ഥിച്ചതിന്റെ വിഷയത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ
വിഷയങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ചില കേസ് സംബന്ധമായ ചില വിഷയങ്ങളുടെ പറയുവാടയായി അതിന്റെ മധ്യ ദൈവം നീതിയോടെ ഇടപെടട്ടെ. രാജ്യങ്ങളിൽ പോലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് ജോലിയില്ലാതെ വിസ സംബന്ധമായ വിഷയങ്ങൾ വിഷയത്തിന്റെ മാല ഇന്ന് പകൽക്കാലം നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവം ജനത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിൽ പ്രിയാമാത്തി വർഗ പ്രാർത്ഥിച്ച് ആസ്വാദത്തോടെ ഈ സെഷൻ ഇപ്പോൾ അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ കൃപയും സമാധാനവും നമ്മളോട് കൂടെയിരുന്നു. പല വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നിരിക്കുന്നതിനാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് തലകണ വണക്കി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രഭാതകാലത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ പല ഭവനങ്ങളിലായിരുന്ന അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നതാണ് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച സകല വിഷയങ്ങൾക്കും കർത്താവ് ഹല്ലേലൂയ മറുപടി തന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തുന്നത് അങ്ങാണല്ലോ കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. ഈ കർത്താവ് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇന്നത്തെ പകൽക്കാലം ദൈവസന്നിധിയിൽ വെച്ച സകല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി തന്നിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവമേ അനുഗ്രഹിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ പകൽക്കാലം കർത്താവേ അവർ കൈ തൊടുന്നതും അവർ കാല് ചവിട്ടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. മറ്റ് കർത്താവേ സ്തോത്ര ജോലികളിൽ ഏർപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. മനു തോമസിന് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവേ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിലും കർത്താവ് മറുപടി തന്നിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വയറ്റിൽ നിന്ന് അങ്ങ് കേൾക്കുവാനിടയായല്ലോ കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. നിർദാസനെ ബലപ്പെടുത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഈ ലോകം ദൈവമേ ഞങ്ങൾക്ക് ശാശ്വതമല്ല കർത്താവേ. ഇവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾക്ക് കർത്താവെ അനുകൂലമല്ല. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾക്ക് കർത്താവ് അനുകൂലമായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. തക്ക സമയത്ത് കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ആകാശത്തിന്റെ കിളിവാതിലെല്ലാം തുറക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവെ സഹായിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് മഴയിൽ തരാമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. രോഗികളെ ഭാരപ്പെടുന്നവർക്ക് അവരോട് കരുണ തോന്നണമേ. ആരോഗ്യം ബലം കൊടുക്കണമേ. ദൈവകൃപയിൽ പൊതിയണം. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവ് പുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിൽ മേലും പ്രത്യേക ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല സഹോദരങ്ങളും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഞങ്ങൾ ആലപിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.